بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അഭിനന്ദനായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് സൂറത്തിൽ നിന്ന് 25 ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി 26-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി വശഹിദ ശാഹിദും മിൻ അഹ്ലിഹാ إن كان قميصه قد من قبل فصدقته من الكاذبين، وإن كان قميصه قد من دبر فكذبت وهو من الصادقين. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, രണ്ടുപേരും കൂടി ഓടുമ്പോൾ, വാതിലിൻ്റെ അവിടേക്ക് ഓടി വരുമ്പോൾ അവിടെ വെച്ച് സ്ത്രീയുടെ ഭർത്താവിനെ കണ്ടുമുട്ടി. അവിചാരിതമായാണ് അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. കാരണം അദ്ദേഹം ഈ സമയത്ത് അവിടെ വരാറില്ല, സാധാരണഗതിയിൽ വരാറില്ല. വലിയ തിരക്കുള്ള ആളാണല്ലോ, ഫൈനാൻസ് മിനിസ്റ്ററാണ് ഈജിപ്തിൻ്റെ എന്നെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഓടുമ്പോൾ ഇങ്ങനെ ഭർത്താവ് കണ്ടപ്പോൾ അവൾ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഒരു ന്യായം പറഞ്ഞു. ആ ന്യായമനുസരിച്ച് യൂസുഫിനെ ജയിലിലിടുകയോ അതല്ലെങ്കിൽ വേദനാജനകമായി ശിക്ഷ കൊടുക്കുകയോ ചെയ്യണമെന്ന് അവൾ വാദിച്ചിരുന്നു, അവളെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ബാക്കി ഇനി യൂസുഫിൻ്റെ ഭാഗം പറയുന്നതാണ് നമ്മൾ ഇവിടെ കേൾക്കുന്നത്. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين. യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, ഹിയ റാവദത്നി, അവളാണ്, ഹിയ റാവദത്നി അൻ നഫ്സി, അവളാണ് എന്നെ വശീകരിച്ചത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളാണ് എന്നെ വശീകരിച്ചത് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സാക്ഷി മൊഴിയാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഷഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷി പറഞ്ഞു എന്തെന്ന്, ഇൻകാന ഖമീസുഹു, അവന്റെ ഷർട്ട് കീറിയത് കുത്തനും കുതിരൻ മുൻവശത്താണ് കീറിയതെങ്കിൽ സദഖത്ത്, അവൾ പറഞ്ഞത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, അവൻ യൂസുഫ് അലൈഹിസ്സലാം കളവ് പറഞ്ഞതിൽപ്പെട്ടവരാണ്. വൈൻകാന ഖമീസുഹു, അവന്റെ മുക്കായം, അവന്റെ ഷർട്ട് കുദ്ദ കീറിയിട്ടുണ്ടെങ്കിൽ മിൻദുബിരൻ, പിന്നിൽ നിന്ന് കീറിയതാണെങ്കിൽ കഥപത്ത്, അവൾ പറഞ്ഞത് കളവാണ്. യൂസുഫ് അലൈഹിസ്സലാം സത്യസന്ധരിൽപ്പെട്ടവരാണ്.
അങ്ങനെ ഷർട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഫലമ്മാലഹ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ, ഷർട്ട് പിന്നിൽ നിന്ന് കീറിയതായി കാണപ്പെടുകയുണ്ടായി. അപ്പോൾ അവളുടെ ഭർത്താവ് കാല പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, ഇത് നിങ്ങളുടെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന കൈതക്കുന്ന, തീർച്ചയായും നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ കുതന്ത്രങ്ങൾ, ഇന്ന കൈതക്കുന്ന, തീർച്ചയായും നിങ്ങളുടെ കുതന്ത്രങ്ങൾ അലീമുന്നത് വളരെ വലുതാണ്, വമ്പിച്ചതാണ്. ആയതുകൊണ്ട് ഇതിനെ തൊട്ട് നീ പിന്തിരിയണം, ഈ കാര്യം വിടുക എന്ന് അദ്ദേഹം പറയാണ്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ യജമാനൻ വസ്തഗ്ഫിരി, പെണ്ണിനോടായി പറയുകയാണ്, നീ വസ്തഗ്ഫിരി, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. ലിദംബിക്ക്, നിന്റെ പാപത്തെ സംബന്ധിച്ച്. കാരണം ഇന്നക്ക്, തീർച്ചയായും നീ കുന്തി മിനൽ ഖാത്തിഈൻ, നീ പിഴവ് പറ്റിയവരിൽ പെട്ടവളാണ്. അതുകൊണ്ട് നീ പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കും. ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആര്? ഭർത്താവിന് വ്യക്തമായി കഴിഞ്ഞു ഇത് ഭാര്യയുടെ തെറ്റായ നീക്കമായിരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. യൂസുഫ് നിരപരാധിയാണെന്നും അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതനുസരിച്ച് അദ്ദേഹം പറയുന്നത് കാര്യമായ ശിക്ഷയൊന്നും സ്ത്രീക്ക് കൊടുത്തില്ല, അല്ലെങ്കിൽ പ്രതികാര നടപടി സ്ത്രീയുടെ പേരിൽ എടുത്തില്ല. സ്ത്രീയുടെ പേരിൽ നീ പറയുന്നത്, നീ ഈ പ്രശ്നം വിട്ടുകളയാം, യൂസുഫിനോട് പറയാം, ഇത് രഹസ്യമാക്കി വെക്കുക, പരസ്യമാക്കരുത് ഇക്കാര്യം. പെണ്ണിനോടായി പറയുന്നത്, നീ തെറ്റുകാരിയാണ്, നീ നിന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞു. അങ്ങനെ പ്രശ്നം ഇവിടം കൊണ്ട് തൽക്കാലം അവസാനിച്ചു. പക്ഷേ പ്രശ്നം വീണ്ടും ഗുരുതരമാവുക ചെയ്തു. ഇത് കൊട്ടാരത്തിൽ നടന്ന രഹസ്യമായൊരു കാര്യമാണെങ്കിലും ഇത് പട്ടണത്തിൽ പലയിടത്തും സംസാര വിഷയമായി. അങ്ങനെ കാല നിസ്വത്തും ബിൽ മദീനത്തി, പട്ടണത്തിലുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു, ഇംദാത്തുൽ അസീസി, പ്രഭുവിൻ്റെ ഭാര്യ, തുറാവിദു ഫത്താഹ, അവളുടെ വേലക്കാരനെ അവൾ വശീകരിച്ചു കഴിഞ്ഞു. ഖദ് ശഗഫഹുബ്ബൻ, ആ വേലക്കാരനോട് അവൾ ശക്തിയായ പ്രേമത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്നാലെ നറാഹ, തീർച്ചയായും നമ്മൾ അവളെ കാണുന്നു, ഫീ ദലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായി. ഇത് സ്ത്രീകൾ അവിടെ പറഞ്ഞ കാര്യമാണ്. അത് കൊട്ടാരത്തിൽ നടന്ന ഈ രഹസ്യ സംഭവം എല്ലായിടത്തും എത്തി. അതിൻ്റെ ഭാഗമായിട്ട് പട്ടണത്തിലെ സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇത്രയും ആയത്തുകൾ 4 ആയത്താണ്, 4-5 ആയത്ത്. ഇതിൻ്റെ ഒറ്റവാക്കർത്ഥം പറയാം. ഖാല, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഹിയ റാവതത്തിനി, ഹിയ അവൾ, റാവതത്തിനി എന്നെ, അന്നഫ്സി എന്നെ അവൾ വശീകരിക്കുകയാണ് ഉണ്ടായത്. ഷഹിദ, സാക്ഷി പറഞ്ഞു, ഷാഹിദും, ഒരു സാക്ഷി, മിൻ അഹ്ലിയ, അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സാക്ഷി പറഞ്ഞു. ഈ ആള് ഇതൊരു ചെറിയൊരു കുട്ടിയാണ്, തൊട്ടിലിൽ കിടക്കുന്നൊരു കുട്ടിയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തഫ്സീറിൽ കാണാൻ കഴിയുന്നു. കുട്ടിക്ക് സംസാരിക്കുവാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തു. അതനുസരിച്ചാണ് ഈ സംഭവം, ഈ സാക്ഷിമൊഴിയെപ്പറ്റി ചിന്തിക്കാനിടയായി. ഷഹിദ ഷാഹിദും മിൻ അഹ്ലിഹ,
അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷിയിൽ നിന്നു ഇൻകാന ഖമീസുഹു. എന്താണ് ഇങ്ങനെ ഇൻകാന ഖമീസുഹു, അവന്റെ കുപ്പായം കീറിയിട്ടുണ്ടെങ്കിൽ മിൻ കുബുലിൻ, മുന്നിൽ നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, അവൻ പറഞ്ഞത് കളവുമാണ്. വൈൻകാന ഖമീസ്, വൈൻകാന, ഇനി ആയെങ്കിൽ ഖമീസുഹു, അവന്റെ കുപ്പായം കുദ്ദ, അത് കീറിയിട്ടുണ്ടെങ്കിൽ മിൻ ദുബുരിൻ, പിന്നിൽ നിന്ന് കീറിയിട്ടുണ്ടെങ്കിൽ കദബത്ത്, അവൾ പറഞ്ഞത് കളവാണ്. വഹുവ മിനസ് സാദിഖീൻ, അവൻ സത്യം പറഞ്ഞത്. അപ്പോൾ മുന്നിൽ നിന്ന് കയറുമ്പോൾ നേരക്ക് നേരെ നിന്നിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ പിടിവലി ഉണ്ടായെങ്കിൽ തന്നെ അവിടെ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയത് എങ്കിൽ അവളാണ് സത്യം പറഞ്ഞത്, യൂസുഫ് തെറ്റുകാരൻ. അത് പിന്നിൽ നിന്നാണ് കയറിയതെങ്കിൽ യൂസുഫ് ഓടുമ്പോൾ പിന്നിൽ നിന്ന് വലിച്ചതാണ് എന്നുള്ളതാണ് അതിൻ്റെ ന്യായം. അപ്പോൾ പിന്നിൽ നിന്ന് കയറിയതാണെങ്കിൽ ആ യൂസുഫ് പറയുന്നത് സത്യമാണ്, അവൾ പറയുന്നത് കളവുമാണ് എന്നുള്ളതായിരുന്നു തീരുമാനം. അങ്ങനെ ഈ മധ്യസ്ഥ തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാവുകയാണ്. ഫലമ്മ ഖമീസുഹു കുറ്റമെന്നത്, ഷർട്ട് പരിശോധിച്ചപ്പോൾ കീറിയത് പിൻഭാഗത്താണ് എന്ന് മനസ്സിലായി. ഫലമ്മ അദ്ദേഹം കണ്ടപ്പോൾ, ആര്, ഈ അസീസ്, യൂസുഫിൻ്റെ യജമാനൻ അഥവാ സ്ത്രീയുടെ ഭർത്താവ്, ഖമീസുഹു, അവൻ്റെ യൂസുഫിൻ്റെ കുപ്പായം കണ്ടപ്പോൾ കുത്ത കീറപ്പെട്ടതായിട്ട്, മിൻ ദുബുരിൻ, പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാര്യം വ്യക്തമായി. ഈ സാക്ഷിമൊഴി അനുസരിച്ച് തന്നെ ഇവിടെ പിന്നിൽ നിന്നാണ് കുപ്പായം കയറിയത് എന്ന് പരിശോധനയിൽ കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം പറയാണ്, കാല, അസീസ് പറയാണ്, സ്ത്രീയുടെ ഭർത്താവ് പറയാണ്, ഇന്നഹു, തീർച്ചയായും ഇത് മിൻ കൈദിക്കുന്ന, നിങ്ങളുടെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങളുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന കൈതക്കുന്ന, തീർച്ചയായും നിങ്ങളുടെ കുതന്ത്രങ്ങൾ അതെയും അത് വമ്പിച്ചത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം അത്രയും പറഞ്ഞിട്ട് യൂസുഫിനോടായി പറയാണ്, യൂസുഫ് യാ യൂസുഫ് എന്നാണ് എൻ്റെ അർത്ഥം. യൂസുഫെ, നാദായതിനെ തൊട്ട് നീ പിന്തിരിയണം. കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു, അതുകൊണ്ട് ഇതിനെ തൊട്ട് നീ പിന്തിരിയ. ഇത് രഹസ്യമാക്കി വെക്കണം, പരസ്യമാക്കരുത് ഈ വിഷയം. സ്ത്രീയോടായിട്ട് പറഞ്ഞു അദ്ദേഹം, നസ്തഗ്ഫിരി, നീ മാപ്പപേക്ഷിക്കരുത്, നമ്പിക്ക്, നിന്റെ പാപത്തിന്. നീ ചെയ്തത് തെറ്റാണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ടുണ്ട്, അതുകൊണ്ട് നീ ചെയ്ത പാപത്തിന് നീ പൊറുക്കെന്ന് ചോദിക്കുക. ഇന്നക്ക്, തീർച്ചയായും നീ കുന്തി മിനൽ ഖാത്തിഈൻ, കുന്തി നീ ആയിരിക്കുന്നു, മിനൽ ഖാത്തിഈൻ, പിഴച്ചവരിൽ പെട്ടവളായിരിക്കുന്നു, നിനക്ക് പിഴവ് പറ്റി. അതുകൊണ്ട് നിന്റെ ഭാഗം തെറ്റാണ്, യൂസുഫിയുടെ നിരപരാധിയാണ് എന്നുള്ളത് വ്യക്തമാവുകയും അതവിടെ പറയുകയും ചെയ്തു. നിരപരാധിത്വം എന്നോ നിരപരാധി എന്നോ ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും ഈ പറഞ്ഞതിൽ നിന്ന് അത് വ്യക്തമാണ്. യൂസുഫിന് മനസ്സിലായി, ഇത് രഹസ്യമാക്കി വെക്കുന്ന നീ ആരോടും പറയരുത്, നിന്റെ പക്കലുണ്ടായ പാപത്തിന് നീ ആ പൊറുക്കലിനെ ചോദിക്കും എന്നും പറഞ്ഞു. وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها من في ضلال مبين. അപ്പോൾ ആ വിഷയം അങ്ങനെ കൊട്ടാരത്തിലെ സംഭവം കഴിഞ്ഞ് ഇനി പുറത്ത് ആളുകൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നതിനെ പറ്റിയാണ് അടുത്ത ആയത്ത്. കൊട്ടാരത്തിൽ രഹസ്യമായി നടന്ന സംഭവമാണെങ്കിലും അത് പരസ്യമായി, പട്ടണത്തിൽ പരസ്യമായിരിക്കുക.
അതിൻ്റെ പേരിൽ കാല നിസ്വത്തുമ്പിൽ മദീനത്തിൽ. പിന്നെ ഇത് അസീസിൻ്റെ വലിയൊരു വീട്ടിൽ നടന്ന സംഭവമാണല്ലോ. അതിൻ്റെ പേരിൽ അത് അത്ര കണ്ടോ പരസ്യമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ അവരത് മെല്ലെ മെല്ലെ ഇങ്ങനെ ആരോടും പറയരുത് എന്നൊക്കെയുള്ള ശൈലിയിൽ ചിലർ കാര്യങ്ങൾ അവതരിപ്പിക്കുമല്ലോ, അതുപോലെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഉറക്കെ പറയണില്ല. കാല നിസ്വത്തുമ്പിൽ മദീനത്തി, പട്ടണത്തിലുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു. കാല പറഞ്ഞു നിസ്വത്തും പെണ്ണുങ്ങൾ, സ്ത്രീകൾ, ഫിൽ മദീനത്തി പട്ടണത്തിലുള്ള സ്ത്രീകൾ, ഇംറാത്തുൽ അസീസ് പ്രഭുവിൻ്റെ ഭാര്യ, തുറാവിദു ഫത്താഹ നഫ്സിഹി അവളുടെ വേലക്കാരനെ വശീകരിക്കുന്നു, അത് ഷറഫഹ ഹുബ്ബൻ അവനോട് അവൾക്ക് ശക്തിയായ പ്രേമം ഉണ്ടായിരിക്കുകയാണ്. ഇന്നാല നറാഹ തീർച്ചയായും അവളെ നാം കാണുന്നു, ഫീ ദലാലിൻ മുബീൻ വ്യക്തമായ വഴികേടിലായിട്ട് കാണുന്നു. ഒന്നുകൂടെ ഇതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. മക്കാല പറഞ്ഞു നിസ്വത്തൻ സ്ത്രീകൾ, ഫിൽ മദീനത്തി പട്ടണത്തിലുള്ള സ്ത്രീകൾ, ഇംറാത്തുൽ അസീസി അസീസിൻ്റെ ഭാര്യ, പ്രഭുവിൻ്റെ ഭാര്യ, തുറാവിദു അവൾ വശീകരിക്കുന്നു, ഫത്താഹ അവളുടെ ഭൃത്യനാൻ നഫ്സിഹി, അത് ഷറഫഹ ഹുബ്ബൻ തീർച്ചയായും അവൾക്ക് അവനോട് ശക്തിയായ പ്രേമമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇന്നാലെ നറാഹ തീർച്ചയായും അവളെ നാം കാണുന്നു, ഫീ ദലാലിൻ മുബീൻ വ്യക്തമായ വഴികേടിലായിട്ട്. അപ്പോ ഇവിടെ ആദ്യം പറഞ്ഞത് യൂസുഫിന്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു, അവളാണ് എന്നെ വശീകരിച്ചത് എന്നുള്ളത്. അത് പറഞ്ഞ് നിർത്തി. പിന്നെ അതിലൊരു മധ്യസ്ഥൻ ഇടപെടാണ് ചെയ്ത ഷാഹിദും. പിന്നെ അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ അതിലിടപെടുന്നത്. അതൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് സംസാരിക്കുവാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്ത്, തൊട്ടിൽ കിടക്കുന്ന കുട്ടിയായിരുന്നു, കഴിവ് അല്ലാഹു കൊടുത്തു. അങ്ങനെ ആ കുട്ടിയാണ് ഇവിടെ സാക്ഷിമൊഴി പറയുന്നത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതാണ്, ഈ കുട്ടിയാണ് ഇത് ഈ സാക്ഷിമൊഴി പറഞ്ഞത് എന്നുള്ളത്. സാക്ഷിമൊഴി എന്തായിരുന്നു? യൂസുഫിന്റെ കുപ്പായം കീറിയത് മുൻവശത്ത് നിന്നാണെങ്കിൽ ആ സ്ത്രീ പറഞ്ഞത് സത്യവും യൂസുഫ് കളവ് പറയുന്നവരിൽ പെട്ട ആളുമാണ്. ഇനി ഷർട്ടിന്റെ പിൻഭാഗമാണ് കീറിയതെങ്കിൽ സ്ത്രീ കളവ് പറയുന്നതിൽ പെട്ടയാളാണ്, യൂസുഫ് പറഞ്ഞത് സത്യമാണ് എന്നുള്ളതായിരുന്നു തീരുമാനം. അങ്ങനെ ഷർട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഷർട്ട് പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത്, യൂസുഫ് നിരപരാധിയാണ്, അവള് കളവ് പറഞ്ഞവളിൽപ്പെട്ടതോളാണ് എന്നും തീരുമാനിക്കപ്പെട്ടു. ഇത് സ്ത്രീയുടെ ഭർത്താവിന് ബോധ്യമായപ്പോൾ ഭർത്താവ് പറയാണ്, യൂസുഫെ നീ വിഷയത്തിൽ നിന്ന് പിന്തിരിയണം, ഇത് രഹസ്യമാക്കി വെക്കണം, പരസ്യമാക്കരുത്, ആളുകളെ അറിയിക്കരുത്. സ്ത്രീയോടായിട്ട് പറഞ്ഞു, നീ തെറ്റുകാരിയാണ്, നിന്റെ തെറ്റിന് നീ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നീ വലിയ തെറ്റിൽ പെട്ടുപോയി, അതുകൊണ്ട് നിന്റെ തെറ്റിന് നീ പൊറുക്കലിനെ ചോദിക്കണം എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിൽ പട്ടണത്തിലെ സ്ത്രീകൾ പറയാൻ തുടങ്ങി, അസീസിൻ്റെ ഭാര്യ അവളുടെ വേലക്കാരനെ വശീകരിക്കുന്നു, അവൾക്ക് അവനോട് ശക്തിയായ പ്രേമമുണ്ടായിരിക്കുകയാണ്, അതുകൊണ്ട് അവൾ വലിയൊരു പിഴവിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നും അവർ പറയാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞു. ഇനി ഇത് കേട്ടപ്പോൾ എന്താണ് ആ സ്ത്രീ ചെയ്യുന്നത് എന്നുള്ളത്, സുലൈഖ എന്ന സ്ത്രീയുടെ പേര്, ആ സുലൈഖ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.